അടുത്തതായി മലയാളത്തിന്റെ ഒരു ഫാസ്റ്റ് സെഷനാണ്. ഓക്കെ, ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തത് വിപരീത പദം എഴുതുക. ഓക്കെ, ശുദ്ധം എന്തായിരിക്കും? വിപരീത പദം അശുദ്ധം. ഓക്കെ, ശുദ്ധം അശുദ്ധം. ഇനി അടുത്തത് കൂടിച്ചേരാനുള്ള സ്ഥലം എന്ന് അർത്ഥം വരുന്ന വാക്കേത്? ഏതാണ്? സംഗമ വേദി. പിന്നെ സത് എന്താണ്? സത് പ്ലസ് ഭാവം അല്ലെ? സത് പ്ലസ് ഭാവം ഏതാണ് ഉത്തരം? സദ്ഭാവം. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാല്, ഇവിടുത്തെ ഒരു പോയിന്റ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം സത്ത് പ്ലസ് ഭാവം എന്നുള്ള ഒരു സംഭവം വന്നാൽ തായന് വരെ എപ്പോഴും ദ് എന്നായിരിക്കും. എപ്പോഴും എന്നല്ല, അധികവും. ഓക്കെ, അധികം എന്തായിരിക്കും? ദ് ആയിരിക്കും കേട്ടോ. അത് ജസ്റ്റ് നോട്ട് ചെയ്യുക. അത് ചെറിയൊരു ട്രിക്കാണ്. ഓക്കെ, മനസ്സിലായോ? അത് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ശരിയായ ജോഡി ഏത്? ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ എ ആണ് ആൻസർ. തോഴി, ആളി, സഖി. അതാണ് ഇതില് ശരി കേട്ടോ. ഓക്കെ, മാവ്, ആമ്രം. ആമ്രം എന്ന് പറഞ്ഞ വാക്ക് ശരിയാണ് മാവിന്റെ. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതിന്റെ ആൻസർ മാത്രം പഠിക്കുക കേട്ടോ. മറ്റുള്ളത് ഡീപ്പായിട്ട് വേണ്ടവര് അത് സെർച്ച് ചെയ്തിട്ടൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മളെ ഡെയിലി സെഷന്റെ ഭാഗമായിട്ട് മലയാളം ഉൾപ്പെടുത്തിയെന്നുള്ളൂ. കൃത്യമായിട്ട് നമ്മൾ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ബൈഹാർട്ട് ചെയ്യുന്ന രീതിയിൽ പഠിച്ചാൽ സുഖസുന്ദരമായിട്ടുണ്ടാവും. മലയാളം ഏകദേശം കവർ ചെയ്യും. അല്ലാതെ നമ്മൾ ഓരോ ടോപ്പിക്ക് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയൂല. ആകെ 60-70 ദിവസമുള്ളൂ എക്സാമിന്. കൃത്യമായി പറഞ്ഞ ഒരു 50 ദിവസമൊക്കെ നമുക്ക് പ്രോപ്പറായി പ്രിപ്പറേഷൻ ലഭിക്കുമോ? ഓക്കെ, ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ കൂടി ഒരു 65-70 ദിവസം നമുക്ക് മാക്സിമം ലഭിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ മറ്റ് സബ്ജക്റ്റുകൾ ഒക്കെ പഠിച്ചുകൂടാ. അപ്പോൾ നമ്മളിത് അതാണ് ലക്ഷ്യം. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അതാണ് ഈ ചാനലിന്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ, അപ്പോൾ മലയാളം എന്താക്കുക? നമ്മൾ ഇത് മാത്രം ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഇത് മാത്രം ഫോളോ ചെയ്താൽ മതി. കാരണം ഡെയിലി, അതായത് 70 ഡേയ്സ് നമ്മൾ 5 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഡിസ്കസ് ചെയ്യും. അപ്പൊ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ആയില്ലേ? വെറുതെ ഡിസ്കസ് ചെയ്താൽ മാത്രം പോലെ പഠിക്കുകയും ചെയ്യാം. ഓക്കെ, ഇവിടെ ശരിയായ ജോഡി തോഴി, ആളി, സഖി. ക്ലിയർ? തോഴി, ആളി, സഖി. തോഴി, ആളി, സഖി. റെഡി? ഇനി അടുത്തത് ലേഖകൻ അല്ലെ? എതിർലിംഗം എഴുതുക. ലേഖകൻ. ലേഖകൻ എന്താ? ലേഖിക. ഓ, ലേഖിക. ലേഖകൻ, ലേഖിക. ഇവിടെ മുകളിൽ എന്താ പറഞ്ഞ ശരിയായ ജോഡി ഏതാണ്? തോഴി, ആളി, സഖി. ഇതാണ് പ്രധാനപ്പെട്ട പിന്നെ തോഴിന്റെ എന്ത് ഒരു പര്യായ പദങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് ഇത് ലേഖിക പറഞ്ഞു. ഒറ്റപ്പദം എഴുതാനാണ്. ക്ഷമിക്കാൻ പറ്റാത്തത്. ക്ഷമിക്കാൻ പറ്റാത്തത് എന്താണ്? അക്ഷന്തവ്യം. ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം. ഓക്കെ, ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം. ഇനി പിരിച്ചെഴുതുക. മരം പ്ലസ് എന്താണ്? കൾ. മരങ്ങൾ. കണ്ടോ? ഇവിടെ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. മരം പ്ലസ് കൾ. കണ്ടോ? മരങ്ങൾ. മരം പ്ലസ് കളാണ്. കൾ. മരം പ്ലസ് കൾ. ഓക്കെ, മനസ്സിലായോ? മരം പ്ലസ് കൾ, മരങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് അതിഥി. ഇത് എത്രയോ വട്ടം കേട്ടോ. ആ തീതി, അതിഥി. ആ തീതി, അതിഥി. ഓക്കെ, വിത്ത് ഗുണം 10 ഗുണം. അടുത്ത വിത്ത് ഗുണം 10 ഗുണം എന്നാണ്? പൈതൃകത്തിന്റെ ഗുണം മക്കളിൽ ഉണ്ടാവും. എല്ലാവർക്കും അറിയാം പൈതൃകത്തിന്റെ ഗുണം മക്കളിൽ ഉണ്ടാവും. തെറ്റാൻ പാടില്ല. പിന്നെ അടുത്തത് ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്. ഓക്കെ, എന്താണ് ടു മെനി കുക്സ് സ്പോയിൽ? ഒരുപാട് ആളുകൾ കൂടിയാൽ ഉണ്ടാവും, പാമ്പ് ചാവില്ല എന്ന് പറയില്ലേ? അതാണ്, ആള് കൂടിയാൽ പാമ്പ് ചാവില്ല. ടു മെനി കുക്സ്. കണ്ടോ? സ്പോയിൽ. ഒരുപാട് പേര് സ്പോയിൽ, നശിപ്പിക്കും. കണ്ടോ? അവിടെ തന്നെ സ്പോയിലും ടു മെനി, ഈ രണ്ട് ടേംസും അറിയാമെങ്കിൽ നമുക്ക് എന്താവും ആൻസർ കിട്ടും കേട്ടോ. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്. ഓക്കെ, ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ പ്രധാനപ്പെട്ട മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇതാ പുതുമലയാൺമതൻ.
മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആര്? ആരാണ്? വള്ളത്തോളാണ് കേട്ടോ. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോളാണ്. ക്ലിയർ? പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോൾ. ഇനി അടുത്തത് രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവൽ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏത്? ഓക്കെ, ഇത് അതൊരു സ്കൂളിന്റെ എക്സാം ആണ് കേട്ടോ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതി ഏത്? അതാണ് ധർമ്മപുരാണം. ധർമ്മപുരാണം. ഓക്കെ, ആക്ഷേപ ഹാസ്യ നോവൽ ധർമ്മപുരാണം. ഓക്കെ, റെഡി? ഇനി അടുത്തത് ആത്മകഥയ്ക്ക് ഒരാമുഖം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവർക്കും അറിയാം. ലളിതാംബിക അന്തർജനം. ആത്മകഥയ്ക്ക് ഒരാമുഖം, ലളിതാംബിക അന്തർജനം. ഓക്കെ, റെഡി? സമ്പത്ത് പ്ലസ് രംഗം. ഓക്കെ, സമ്പത്ത് പ്ലസ് രംഗം. കണ്ടോ? കണ്ടോ? നേരത്തെ ഡിസ്കസ് ചെയ്ത കണ്ടോ? നേരത്തെ കണ്ടോ? സമ്പത്ത് രംഗം. മനസ്സിലായോ? ചേർത്ത് എഴുതുമ്പോൾ ശരിയായ രൂപം ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമാണ്. ഓക്കെ, സമ്പത്ത് അല്ലെ? സമ്പത്ത്. അപ്പൊ നമ്മളെ മനസ്സിൽ വരിക എന്നുള്ള വാക്ക്, അത് എന്താണ്? ആണ്. റെഡി? ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഒന്ന് സമ്പത്ത് രംഗം. പിന്നെ നമ്മൾ പറഞ്ഞു ആത്മകഥയ്ക്കൊരാമുഖം, ലളിതാംബിക അന്തർജനം. പിന്നെ അടുത്തത് ഇതൊന്നും ഞാൻ പറയുന്നത് അധ്യാപകതകൾ, ഇതൊക്കെ വെട്ടിയിട്ടതാണ് കേട്ടോ. ഇതൊന്നും വേണ്ട. രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവൽ ധർമ്മപുരാണം. രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവൽ ധർമ്മപുരാണം. പുതുമലയാൺമതൻ മഹേശ്വരൻ. ഓക്കെ, ബി വള്ളത്തോൾ. ഓക്കെ, അത് ചിലവരൊക്കെ SCERT ടെക്സ്റ്റ് ഡയറക്റ്റ് എടുത്തിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് അത്രയും ടൈം ഉണ്ടെങ്കിൽ ഉള്ളൊരു പ്രിപ്പറേഷൻ ആണ്. അത് നല്ല പ്രിപ്പറേഷൻ ആണ്. ബട്ട് അതിനുള്ള സമയം വേണം. വെറുതെ നമ്മൾ SCERT നോക്കിയിരുന്നാല്, കാരണം ഒരുപാടുണ്ട്, നമ്മളെ മെമ്മറിയിൽ പോവില്ല. ഓക്കെ, നമ്മളെ ലക്ഷ്യം എന്താ? ഒരു മിനിമം ഒരു 6 മാർക്ക്. ഓക്കെ, 6 മാർക്ക് മലയാളത്തിൽ നേടുക. അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ ഒരു 5 മാർക്ക് നേടിക്കഴിഞ്ഞാൽ തന്നെ അതൊരു അഡ്വാൻറ്റേജ് ആണ്, നന്നായി പഠിക്കുന്നത്. അതാണ്. അപ്പൊ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് നേടാൻ പറ്റും. അത് ഡാം ഷുവർ ആണ്. ഓക്കെ, മറ്റേത് നമ്മൾ സമയമില്ലാത്ത നേരത്തെ SCERT നിന്നൊക്കെ തപ്പി കുറെ ടൈം, അല്ലെങ്കിൽ ചില ഗൈഡിൽ നിന്ന് തപ്പി അതിന് പറയാം, അങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യുന്നത് എന്താണ്? അബദ്ധമാണ്. അത് ടൈം വേണം. ഇപ്പൊ 1 ഇയർ പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, ഇപ്പൊ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, നോ പ്രോബ്ലം. SCERT ഒക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ട്. ഓക്കെ, ഇതങ്ങനെയല്ല. എപ്പോഴും നമ്മൾ പ്രീവിയസ് ഇയറിന് മാക്സിമം എന്താക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. സമ്പദ് രംഗം എന്താണ്? സമ്പദ് രംഗം. ക്ലിയർ? ഇനി അടുത്തത് ശ്രദ്ധിക്കുക, പരിഭാഷപ്പെടുത്തുക. പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെ? പ്രസൻസ് ഓഫ് മൈൻഡ് എന്താണ്? മനസാന്നിധ്യം. ആബ്സെന്റ് മൈൻഡ് അത് വേറെ, പ്രസൻസ് ഓഫ് മൈൻഡ് വേറെ. മനസാന്നിധ്യത്തിനാണെന്ന് പറയാം പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയാം. ജനകന്റെ മകൾ എന്താണ്? ജാനകി. ജനകന്റെ മകൾ ജാനകി. റെഡി? പിന്നെ അരയും തലയും മുറുക്കുക. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? തയ്യാറാവുക അല്ലെ? നമ്മൾ പഠിക്കാൻ അരയും തലയും മുറുക്കിയിട്ട് നമ്മൾ പഠിക്കാൻ ഇറങ്ങും. ഓക്കെ, എന്തിനും തയ്യാറായി. ഓക്കെ, തയ്യാറാവുക. അടുത്തത് ശരിയായ പദം ഏത്? യഥേഷ്ടം. കണ്ടോ? യഥേഷ്ടം. ഇത് കൺഫ്യൂഷൻ ആയിരുന്നു. ഏതാണ്? യഥേഷ്ടം. കണ്ടോ? യഥേഷ്ടം. റെഡി? യഥേഷ്ടം. റെഡി? യഥേഷ്ടം. ഓക്കെ, ക്ലിയർ? യഥേഷ്ടം. ഓക്കെ, അടുത്തത് കാറ്റിന്റെ പര്യായപദം അല്ലാത്തത്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് ഇവിടെ കണ്ടോ? ഇവിടെ പര്യായപദം അല്ലാത്തത് അനലനാണ്. പക്ഷെ അനിലൻ എന്താണ്? കാറ്റിന്റെ പര്യായപദമാണ്. ഓക്കെ, അനിലൻ. വേണ്ട, ഇവിടെ ഒരൊറ്റ ഒരു വള്ളിന്റെ കുറവാണ്. ഓക്കെ,
അനിലൻ എന്നാണ് കാറ്റിന്റെ പര്യായപദം. മാരു പിന്നെന്താ മാരുതൻ. അത് നമുക്ക് കിട്ടും. പവനൻ. ഓക്കെ, ഇതൊക്കെ ബൈഹാർട്ട് ചെയ്ത് നോക്കുക കേട്ടോ. പവനൻ, മാരുതൻ, അനിലൻ. പവനൻ, മാരുതൻ, അനിലൻ. റെഡി? ഇനി ഇതാ ചേർത്ത് എഴുതുക. കണ്ടോ, തീ വെച്ചിട്ടൊന്ന് വന്ന്, പക്ഷെ ഇവിടെ നോക്കിയോ, സത്ത് പ്ലസ് ജനം സജ്ജനം അല്ലെ, സജ്ജനം. കണ്ട, രണ്ട് ജ കണ്ട. അപ്പൊ താഴേക്ക് വേറെ ഒരു ജായും വരും. ഓക്കെ, 100% ഇത് മറ്റേത് എന്നല്ല. ക്ലിയർ? നമ്മൾ മലയാളം എക്സ്പേർട്ട് അല്ല കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിയോ, സദ് എന്നുള്ള വാക്കിന്റെ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതുപോലെ ഇവിടെ വേറെ ഒന്ന് വരുന്നത് സദ് പ്ലസ് ജനം. എന്താണ്? സജ്ജനം. ഓക്കെ, ഇവിടെ കണ്ടോ, സജ്ജനം, രണ്ട് ജാട്ടിട്ട് സജ്ജനം. ഓക്കെ, റെഡി? റെഡി? സജ്ജനം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാ വരുന്നതൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മളെ മൈൻഡിൽ കയറ്റുക, മനസ്സിലാക്കി പഠിക്കുക. അടുത്ത വിപരീത പദം എഴുതുക. ഉഗ്രം. ഉഗ്രം എന്ന് പറഞ്ഞാല് എന്താണ് അതിന്റെ? ഒരിക്കലും അത്യുഗ്രം അല്ല കേട്ടോ. ഉഗ്രം എന്ന് പറഞ്ഞാല് ഒന്നും കൂടി അതിന്റെ സ്ട്രോങ് ആണ് അത്യുഗ്രം അല്ലെ. അതിന്റെ വിപരീത പദമാണോ? ഒരിക്കലും അല്ല. മനസ്സിലായോ? ഉഗ്രം എന്താണ്? ഉഗ്രം എന്ന് പറഞ്ഞാല് അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ശാന്തം. ഓക്കെ, റെഡി? ഉഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ശാന്തം. നെന്മണി. നെന്മണി ഇത് ഒരുപാട് വട്ടം PS റിപ്പീറ്റ് ചെയ്താണ്. നെൽ പ്ലസ് മണി കേട്ടോ. ഇതിന്റെയൊക്കെ പ്രയോഗം നോക്കുക കേട്ടോ. നീമ ഇവിടെ എന്താണ്? ഇൽ. നെൽമണി, നെന്മണി, നെൽമണി, നെന്മണി. നെൽ പ്ലസ് മണി, നെന്മണി. ഓക്കെ, ഇല്ലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ നടുവിലുള്ള ജസ്റ്റ് നോക്കുക. അടുത്ത കാലുകൾ രണ്ട് തവണ കഴുകി. അടിവരയിട്ട പദം ഏത്? ഓക്കെ, കാലുകൾ രണ്ട് തവണ കഴുകി. അടിവരയിട്ട പദം ഏത്? എന്താണ്? അലിംഗ ബഹുവചനം. ലിംഗം ഉണ്ടോ? കാലുകൾ എന്ന് പറഞ്ഞാൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ അല്ലെ? ആണോ? സലിംഗം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ലിംഗം വേണം. ഇവിടെ ലിംഗമല്ല അല്ലെ. കാലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലിംഗമില്ലാത്ത പദമാണ്. അത് പെണ്ണിനും ആണിനും കാലുകളാണ് ഉപയോഗിക്കാം. പെണ്ണിന് വേറൊരു വേർഡല്ലല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കാലുകൾ അലിംഗ ബഹുവചനം കേട്ടോ. ലിംഗമില്ലാത്ത ബഹുവചനം. പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താ? പൂജകം എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ്? റെസ്പെക്ട് ചെയ്ത് പറയുന്നത്. ഇപ്പൊ നമ്മള് വൈദ്യർ, വൈദ്യർ എന്ന് പറയും അല്ലെ. വൈദ്യർ എന്ന് പറഞ്ഞാൽ എന്താ? അതൊറ്റ വേർഡാണ്. അത് ബഹുവചനമാകട്ടെ അതല്ലാതെ ഏകവചനമാകട്ടെ ഒരു വേർഡാണ് ഉപയോഗിക്കുക. പക്ഷെ റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുൾ വാക്കുമായിരിക്കും. നമ്മൾ ബഹുമാനാർത്ഥം പറയുന്നതായിരിക്കും. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. റെഡി? മനസ്സിലാക്കിയ വളരെ ഈസിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് പിന്നെ അലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ലിംഗമില്ലാത്തത് കേട്ടോ. ഓക്കെ, അപ്പോ സലിംഗ ബഹുവചനം എന്താ? ലിംഗം ഉൾപ്പെട്ടത്. മനസ്സിലായോ? ആൺകുട്ടി, പെൺകുട്ടി. മനസ്സിലായോ? ആൺകുട്ടി, പെൺകുട്ടി, ഇതൊക്കെ എന്താണ്? സലിംഗ ബഹുവചനാണ്. ക്ലിയർ? റെഡി? പിന്നെ മനസ്സിലായല്ലോ. അപ്പോ സലിംഗ ബഹുവചനം ലിംഗമുള്ളത്, പൂജക ബഹുവചനം ബഹുമാനാർത്ഥം വിളിക്കുന്നത്, അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ലിംഗമില്ലാത്തത്. അപ്പൊ കാലുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ലിംഗം ഇല്ലാത്തതാണ്. ഓക്കെ, മനസ്സിലായോ? അടുത്ത ലേഖകൻ. കണ്ടോ, റിപ്പീറ്റേഷൻ. ലേഖകൻ എന്താണ്? ലേഖിക കേട്ടോ. ലേഖികയാണ്. ലേഖകൻ, ലേഖിക. ലേ ഇതൊന്നും എഴുതി വെക്കരുത്, ഒക്കെ തെറ്റാണ് കേട്ടോ. ഇവിടെ കണ്ടോ, ലേഖിക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ? ഒന്ന് ലേഖകൻ, ലേ ഗ ഗ ട്ടോ. ഗായാണ്. ലേ ഗി അല്ല, ലേ ഗ. ഇത് കണ്ടോ, ഇത് തെറ്റിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. സി തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ലേ ഗായാണ് കേട്ടോ. ലേ ഗ. സോറി, സോറി, മാറിപ്പോയി. സി എന്താണ്? ആണ് ആൻസർ. എയും ഒന്നും എഴുതി വെക്കരുത് കേട്ടോ. മാറിപ്പോരുത് അങ്ങ് നോക്കുന്നുണ്ടോ. സോറി കേട്ടോ, പറഞ്ഞതിൽ മാറിയതാണ്. ലേഖിക അതാണ് ആൻസർ കേട്ടോ. ലേഖകൻ, ലേഖിക. ഓക്കെ, റെഡി? അടുത്ത ഇവിടെ എന്താ? നമ്മൾ പറഞ്ഞു കാലുകൾ പറഞ്ഞു. പിന്നെ നെന്മണി, നെൽ പ്ലസ് മണിയാണ്. ഓക്കെ, സത്ത് ജനം, സജ്ജനം. ഓക്കെ, സത്ത് പ്ലസ് ജനം, സജ്ജനം. ഓക്കെ, റെഡി? പിന്നെ കാറ്റിന്റെ പര്യായപദം അല്ലാത്തത് ഏതാണ്? ബി, അനിലനാണ്. ഓക്കെ, ഇവിടെ മാരുതൻ, അനിലൻ, പവനൻ ഒക്കെ ശരിയാണ് കേട്ടോ. അനലൻ എന്നുള്ള വാക്ക് തെറ്റാണ് കേട്ടോ. അനലൻ തെറ്റാണ്.
പവനൻ, മാരുതൻ, അനിയനൻ. ഓക്കെ, റെഡി? ഓക്കെ, കുറച്ച് സ്പീഡിലാണ് പറയുന്നത്, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുന്നത്. സ്പീഡ് പറയുന്നത് വെച്ചാൽ വീഡിയോന്റെ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് സ്വന്തം വായിക്കാവുന്നതേ ഉള്ളൂ, ഞാൻ നിങ്ങളെ കൂടുന്നു എന്ന് മാത്രം. ഓക്കെ, പിന്നെ യഥേഷ്ടം കണ്ടോ, യാ ഏത് ദായ? ഈ ദായാണ് കണ്ടോ, യഥേഷ്ടം, യാ യഥേഷ്ടം. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ തെറ്റും കേട്ടോ. യഥേഷ്ടം, യഥേഷ്ടം. അടുത്തത് അരയും തലയും മുറുക്കുക, അറിയാം. പിന്നെ ജനകന്റെ മകൾ എന്താണ്? ജാ ജനകന്റെ മകൾ ജാനകി കേട്ടോ. ജനകന്റെ മകൾ ജാനകി. പിന്നെ മനസ്സാന്നിധ്യം, പ്രസൻസ് ഓഫ് മൈൻഡ്, ഇതൊക്കെ ക്ലിയർ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഓക്കെ, അടുത്തത് വിൺ പ്ലസ് സ്ഥലം അല്ലേ? വിൺ പ്ലസ് സ്ഥലം കണ്ടല്ലോ. ഇത് ഏത് സന്ധിയാണ്? വിൺ പ്ലസ് സ്ഥലം ഏതാണ്? ഏഹ് മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇവിടെ എന്താണ്? ആദേശ സന്ധിയാണ് ഇവിടുത്തെ ആൻസർ. വിൺ പ്ലസ് സ്ഥലം, വിണ്ടലം എന്താണ്? സന്ധി ഏതാണ്? എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? എന്താണ്? അതായത് ഒരക്ഷരത്തിന് പകരം മറ്റൊരു അക്ഷരം പകരമായി വരിക. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, കൽ പ്ലസ് തറ. ഓക്കെ, കൽ പ്ലസ് തറ എന്താണ്? കൽ പ്ലസ് തറ, കൽത്തറ. കൽത്തറ, ഇവിടെ താ കണ്ടോ, ഡബിൾ താ വന്നു. മനസ്സിലായോ? കൽത്തറ, കൽ പ്ലസ് തറ. ഓക്കെ, അതായത് പകരമായി വരുന്നത്. ഇവിടെ വിൺ പ്ലസ് സ്ഥലം അല്ലെ, ഇവിടെ മാറിയിട്ട് വിണ്ടലം അല്ലെ, താഴൊക്കെ മാറി ഇണ്ട, പുതിയൊരു എന്തായി, പകരം വന്നു. ഒരക്ഷരം പോയി പകരം വന്നു, പുതിയൊരു അക്ഷരം. അങ്ങനെയല്ല, ഒരക്ഷരത്തിന് പകരം വരുന്നതാണ് എന്ത്? ആദേശസന്ധി. മനസ്സിലായോ? അപ്പൊ താ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാ എന്നുള്ള ഒരു സംഭവം വന്ന്, ഇവിടെ കൽത്തറ എന്ന് പറഞ്ഞാൽ എന്തായി? താക്ക് പകരം കൽത്ത, ആ താ എന്നുള്ള ഒരു അക്ഷരം വന്നു. മനസ്സിലായോ? മനസ്സിലായോ? ഇവിടെ ആ, മിണ്ടലം അല്ലെ, താ പോയിട്ട് അതിന് പകരം ഒരക്ഷരം പോയി പകരം വരുന്നത്, അതാണെന്ത്? ആദേശ സന്ധി. റെഡി? റെഡി? ഇനി അടുത്ത ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, ക്ലീബം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നപുംസകമാണ് കേട്ടോ, നപുംസകം. ക്ലീബത്തിന്റെ അർത്ഥം എന്താ? നപുംസകം. ഓക്കെ, ക്ലീബം എന്ന് പറഞ്ഞാൽ നപുംസകം. ഇനി കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. സാമുദ്രം, വസിരം,
അക്ഷീപം, മഞ്ഞ്. ഏതായിരിക്കും ആൻസർ? മഞ്ഞാണ് കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, മഞ്ഞാണ് കൂട്ടത്തിൽ പെടാത്തത്. റെഡി? ഇവിടെ മനസ്സിലാക്കേണ്ടത് സാമുദ്രം എന്ന് പറഞ്ഞാലും അക്ഷീപം എന്ന് പറഞ്ഞാലും വസ്ത്രം എന്ന് പറഞ്ഞാൽ കടലുപ്പിനാണെന്ന് പറയാം. ആ വേർഡ് ഉപയോഗിക്കുന്നത് കടലുപ്പില്ലേ, അതിനാണെന്ന് പറയാം സാമുദ്രം എന്നും അക്ഷീപം എന്നും വസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ അർത്ഥം ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് 94. അണിയം അമരം. ഇത് ശരിയാണ്, അണിയം അമരം. ആദാനം പ്രധാനം. ഇതൊക്കെ പഠിക്കണേ, ഇതൊക്കെ പഠിക്കണം നിങ്ങൾ കേട്ടോ. അണിയം അമരം. അതുപോലെ ആദാനം പ്രധാനം. ഓക്കെ, ആദാനം പ്രധാനം. ഓക്കെ, അണിയം അമരം, ആദാനം പ്രധാനം. അതുപോലെ വൃഷ്ടി, പിന്നെന്താ സമഷ്ടി. വൃഷ്ടി സമഷ്ടി. ഓക്കെ, ഇവിടെ ആൻസർ എന്താ? ഡി ആണ് ആൻസർ. എന്താണ് ആൻസർ? ഡി ആണ് ആൻസർ. ഓക്കെ, റെഡി? എന്താണ് അണിയം അമരം? ഓക്കെ, ഉപജയം എന്താണ്? അപജയമല്ല. മനസ്സിലായോ? ഉപജയം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഏ അപ്പൊ ഉപജയത്തിന്റെ മറ്റേ ജാ വരണം, അപജയം കേട്ടോ. ഉപജയം എന്ന് പറഞ്ഞാല് വിജയം എന്നാണ് അർത്ഥം, നേട്ടം. അപജയം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഓപ്പോസിറ്റ് തന്നെയാണ്, പക്ഷെ ചായല്ല, ജായാണ് കേട്ടോ. ഓക്കെ, അപജയം. റെഡി? എന്തെങ്കിലും കമന്റ് തെറ്റുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, ഉപജയം അപ, അതായത് അപചയം എന്നല്ല, അപജയം എന്നാണ് കേട്ടോ. അപജയം. ആ പ ജയം. റെഡി? ഉപജയം അപജയം. ഓക്കെ, അണിയം അമരം, ആദാനം പ്രധാനം, വൃഷ്ടി സമഷ്ടി. ഇത് പഠിക്കണം കേട്ടോ. 5ഉം 4ഉം പഠിച്ചു വെക്കുക. അണിയം അമരം, ആദാനം പ്രധാനം, വൃഷ്ടി സമഷ്ടി, ഉപജയം അപജയം. റെഡി? ഓക്കെ, ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് എന്തിന്? ഓക്കെ, ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് എന്തിന്? ഇവിടെ ആൻസർ എന്താ? ആൻസർ എ ആണ് ആൻസർ. ആ ഇ എ ട്ടോ, അതാണ് ചുട്ടെഴുത്തുകൾ. റെഡി? അതായത് ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനെ സൂചിപ്പിക്കാനോ കാണിക്കാനോ ഉപയോഗിക്കുന്ന പദം. ഒരു വാക്കിനെ സൂചിപ്പിക്കാനോ ചൂണ്ടിക്കാണിക്കാനോ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾക്കാണ്, പദമല്ല, അക്ഷരങ്ങൾക്കാണ് എന്ത് പറയാം? ചുട്ടെഴുത്ത് എന്ന് പറയാം. ഒരു ഉദാഹരണത്തിന് അവൻ. അപ്പൊ അവിടെ ആ എന്താണ്? ഒരു ചുട്ടെഴുത്താണ്. മനസ്സിലായോ? അവൻ എന്ന് പറയില്ലേ, അവൻ. അത് ആ എന്താണ്? ഒരു ചുട്ടെഴുത്താണ്. പിന്നെ ഈ എന്താണ്? ഒരു ചുട്ടെഴുത്താണ് അല്ലെ? ആ ഇ എ. ഓക്കെ, ഈ എന്താണ്? ഒരു ചുട്ടെഴുത്താണ്. പിന്നെ എ എന്നുള്ളത് എന്താണ്? അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഒരു സംഭവം കാണിക്കാനല്ല, സൂചിപ്പിക്കാനാണ്. ഇവിടെ ചുട്ടെഴുത്ത്. അവിടെ അതൊരു ചുട്ടെഴുത്താണ്. അവൻ ചുട്ടെഴുത്താണ്. മനസ്സിലായോ? ഏഹ് എവിടെ ഒരു ചുട്ടെഴുത്താണ്. ഓക്കെ, ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നത്. എങ്ങനെ? ചുട്ടെഴുത്താണ്. ഓക്കെ, റെഡി? അത്രയേ ഉള്ളൂ. ആ ഇ എ, ഇതാണ് ചുട്ടെഴുത്ത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, ചിലപ്പോൾ ചോദിക്കാം. പിന്നെ ചതിയില്ലാത്തിടത്ത് കത്തി വെക്കരുത്. ഏതാണ്? ചതിയില്ലാത്തിടത്ത് കത്തി വെക്കരുത് അല്ലെ? എന്താ അതിന്റെ അർത്ഥം? ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത് കേട്ടോ. ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. ഇതൊക്കെ തെറ്റിപ്പോവാൻ സാധ്യതകളാണ് കേട്ടോ. ഓക്കെ, ചതിയില്ലാത്തിടത്ത് കത്തി വെക്കരുത്, ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ഇത് ഏതായിരിക്കും? 97. സി അല്ലേ? കവയിത്രി എന്നല്ല, കവയിത്രി അല്ലെ? കവയിത്രി, ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് തെറ്റാണ്. നേതാവ് നേത്രി ഇമ്പോർട്ടന്റ് ആണ്. വിദ്വാൻ വിദുഷി, അപായം ഉപായം. പഠിച്ചോളുക. വിദ്വാൻ വിദുഷി, നേതാവ് നേത്രി, അപായം ഉപായം. ഓക്കെ,
പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പിപടിഷു കേട്ടോ. ഓക്കെ, പിപടിഷു. പിപാസു എന്താ? കുടിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പിപാഷു എന്താ? കുടിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ദൃദൃഷു എന്താ? കാണാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ദി ദൃഷ്ടി എന്നുള്ളത് ദി ദൃക്ഷു കേട്ടോ. കാണാൻ ആഗ്രഹിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പിപാസു കുടിക്കാൻ ആഗ്രഹിക്കുന്നത്. പിപടിഷു പഠിക്കാൻ. ബുഭുക്ഷു എന്നാ? ഓക്കെ, എഴുത്തുന്നുണ്ട് ബുഭുക്ഷു. ആലോചിച്ചിട്ട് പറയും. ബുഭുക്ഷു എന്താണ്? വിശക്കുന്നാണ് അല്ലെ? ഭക്ഷണം. പിപടിഷു പഠനം. തുതിക്ഷു കാണാൻ. പിപാസു കുടിക്കാൻ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നേതാവ് നേത്രി. വിദ്വാൻ വിദുഷി. അപായം ഉപായം. കവി കവായിത്രി. കവായിത്രി ട്ടോ. ഓക്കെ. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് എന്ത്? സലിംഗ ബഹുവചനം അല്ലെ? ഏതെങ്കിലും ഒന്നിന്റെ വിശേഷണം കൊടുത്താൽ അത് എന്താണ്? സലിംഗ ബഹുവചനാണ്, ലിംഗമുള്ളതാണ്. ഓക്കെ. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന് കടങ്കഥയുടെ ഉത്തരവേത്? എന്തിനാണ് ഇത്? ചോദ്യങ്ങൾ ഇങ്ങനത്തെ വരുന്നതെന്ന് അറിയില്ല കേട്ടോ. തെങ്ങ് കേട്ടോ. ന്യൂഡിറ്റി. PSC എന്തിനാ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന തിരിയില്ല. ഇത്തരം ചോദ്യം. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന് കടങ്കഥ ചോദിച്ചതാ. ഐ ഡോണ്ട് നോ വൈ. തെങ്ങ് കേട്ടോ. ഉത്തരം തെങ്ങ്. ഇത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എന്തിനാന്ന് അറിയില്ല. ഓക്കെ, അപ്പോ അത് റെഡി. ഇനി അടുത്തത് ഇനി ചോദിക്കോ. ശരിയായ രൂപം ഏത്? ഇത് കണ്ടോ? യഥേഷ്ടം. കുറെ റിപ്പീറ്റേഷൻ ഉണ്ട്. കടോ. യഥേഷ്ടം. ഇത് റിപ്പീറ്റേഷൻ ആണ്. അതാണ് ഞാൻ പറഞ്ഞത് ഇത് പഠിക്കണം. യഥേഷ്ടം. ഓക്കെ, യഥേഷ്ടം. യഥേഷ്ടം. ഓക്കെ. പ്രതിരോധം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? പ്രതിരോധം. അനുരോധം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രതിരോധം, അനുരോധം. ഓക്കെ, പ്രതിരോധം, അനുരോധം. ദീപാവലി കുളിക്കുക ഒരുപാട് ചോദിച്ചതാണ്. ദുരുപയോഗം ചെയ്യുക. പിന്നെ റെപ്രിമെന്റ്. റെപ്രിമെന്റ് എന്താണ്? താക്കീത്. വെരി ഇമ്പോർട്ടന്റ്. റെപ്രിമെന്റ്, താക്കീത്. റെപ്രിമെന്റ്, താക്കീത്. പിന്നെ അനുചിതം. അനുചിതം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഉചിതമല്ലാത്തത് കേട്ടോ. അനുചിതം എന്ന് പറഞ്ഞാൽ ഉചിതം അല്ലാത്തത്. ആന എന്താണ്? ആന വാരണം. വെരി ഇമ്പോർട്ടന്റ്. ആന എന്താണ്? വാരണം. ആന വാരണം. ഓക്കെ, ആനന്റെ പര്യായം എന്താ? വാരണം. ക്ലിയർ? ആനന്റെ പര്യായം എന്താണ്? വാരണം. ആനന്റെ പര്യായം എന്ന് പറഞ്ഞാല് ആനന്റെ പര്യായം എന്താണ്? വാരണം. ഓക്കെ. പിന്നെ വേറെന്താ? ഗജം. ഗജം നമുക്ക് പറയാം. ഓക്കെ, വാരണം, ഗജം എന്നൊക്കെ പറയാം കേട്ടോ. വാരണം. ഓക്കെ, വാരണൻ എന്നും ചിലടത്ത് പറയുന്നുണ്ട് കേട്ടോ. വാരണം എന്ന് പഠിക്കാൻ. നാഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കും കേട്ടോ. നാഗം, നാഗം എന്നൊക്കെ പറയും. ഓക്കെ, അതുപോലെ മാതംഗം. മാതംഗം. PSC റിപ്പീറ്റ് ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്നും ഇവിടെ പറയാം. ആന കൂടുതൽ ഗജം പറയുന്നുണ്ട്. ഗജം. അപ്പൊ നമുക്ക് വാരണം എന്നും പറഞ്ഞു. പിന്നെ പറയുന്നത് ഹസ്തി എന്ന് പറയും ആനക്ക്. ഹസ്തി. ഇത് പഠിക്കണ്ട. നമുക്ക് ഇമ്പോർട്ടന്റ് ആയി പറയാം. ആന, ഗജം, ഹസ്തി ആനക്ക് പറയും. പിന്നെ കുഞ്ചരം. കുഞ്ചരം. ഓക്കെ, കുഞ്ചരം. ഓക്കെ, കുഞ്ചരം ആനക്ക്. പിന്നെ മാതംഗം. മാതംഗം ഇതൊക്കെ PSC റിപ്പീറ്റേഷൻ ആണ്. മാതംഗം ഇത് പഠിക്കണം. പിന്നെ ആന ദീപം. ദീപം എന്നല്ല, ദീപം. ആന ദീപം. ഓക്കെ, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. ആന, ഗജം, ഹസ്തി, കുഞ്ചരം, മാതംഗം, ദീപം. റെഡി?
പിന്നെ മേദിനി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭൂമിക്കാണ് മേദിനി ട്ടോ. ഭൂമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭൂമി ഭൂമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. PSC കൂടുതൽ വന്ന് ധരണി. ധരണി. ഓക്കെ. ധരണി. പിന്നെ മേദിനി നമ്മൾ പറഞ്ഞു. പിന്നെ ക്ഷിതി. ക്ഷിതി പഠിക്കണം. ക്ഷിതി. പിന്നെ വസുന്ധര. 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 പിന്നെ അവനി. അവനി. പിന്നെ പൃഥ്വി. പൃഥ്വി പറഞ്ഞ ഭൂമിയാണ്. അവനി, വസുന്ധര, ക്ഷിതി, ധരണി. ആനക്ക് ഹസ്തി, കുഞ്ചരം, മതംഗം, മാതംഗം, സോറി, മാതംഗം, ദീപം. ഇതൊക്കെ ഉപയോഗപ്പെടുക. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? ഓക്കെ. സി ആണ് ആൻസർ. നാം കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം. നാം കഴിക്കുന്ന ആഹാരത്തിൽ മറ്റു എന്നുള്ള വാക്ക് കണ്ടോ, അവിടെ ആവശ്യമില്ല. മറ്റു വിഷാംശങ്ങൾ, മറ്റു ആവശ്യമില്ല. മറ്റു വിഷാംശങ്ങൾ രണ്ടും എന്താണ് വരണ്ട, വെറും വിഷാംശങ്ങൾ മതി. കണ്ടോ, അവിടെ മറ്റു വന്നു. പിന്നെ ആഹാരത്തിൽ വിഷാംശങ്ങൾ, ഇവിടെ നാം എന്നുള്ള രണ്ടെണ്ണം വന്നു. നാം ഒന്ന് വന്നു, നാം രണ്ട് വന്നു കേട്ടോ. ഓക്കെ, നമുക്ക് ഇങ്ങനെ വായിച്ചാൽ തന്നെ ഇത് കിട്ടും കേട്ടോ. റിപ്പീറ്റേഷൻ ആയിരിക്കും അധികം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക. ഓക്കെ. പിന്നെ വിദ്യുത് ശക്തി ഒരു 1000 ടൈംസ് PSC ചോദിച്ചതാണ്. എന്താണ് വിദ്യുത് ശക്തി? വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി. തെറ്റിക്കരുത്. വിദ്യുത് എന്ന് ആരും തെറ്റിക്കൂല. വിദ്യുത്. വിദ്യുത് ശക്തി. അതായത് സീരിയസ് ആസ്പിരൻസ് ഒന്നും ഇത് തെറ്റിക്കൂല കേട്ടോ. ശക്തി. വിദ്യുത് ശക്തി. ഓക്കെ. വിദ്യുത് ശക്തി. പ്രതിദിനം എന്ന വേണ്ട, അടുത്ത. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് അറിയാം. ശരിയായവ, അതാണ് ചോദ്യം കേട്ടോ. എല്ലാ പദങ്ങളും, ഏതൊക്കെ പദങ്ങൾ ശരിയായിട്ടുണ്ട് എന്നാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏതൊക്കെയാണ് ശരിയുള്ളത് എന്ന് ചോദിക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് PSC കൂടുതൽ ചോദിക്കുക. കണ്ടോ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഒന്ന്, പാഠവും അതിർത്തി പഠിതാവും. ശരിയാണോ? ശരി പോലെ ഉണ്ട് അല്ലേ? ഉത്തരം ശരിയാണ്. പാഠവും ശരിയാണ്, അതിർത്തി ശരിയാണ്, പഠിതാവ് ശരിയാണ്. വാക്ക് ശ്രദ്ധിക്കുക. പാഠവം, അതിർത്തി, പഠിതാവ്. ഓക്കെ. രണ്ടാമത്തത് ഏതാണ്? പിന്നെ മൂന്നാണ് ആൻസർ ശരി. ശൃംഖല, നിഷ്ഠ, യഥാർത്ഥം. കേട്ടോ, യഥാർത്ഥം. ഇതൊക്കെ തെറ്റിപ്പോകും. യഥാർത്ഥം ഇത് ശരിയാണ് കേട്ടോ. യഥാർത്ഥം. കേട്ടോ, യഥാർത്ഥം. ഓക്കെ. റെഡി?
ഓക്കെ, അടുത്തത് മഹോന്നതം പിരിച്ചെഴുതിയാൽ എന്താ കിട്ടുക? ആൻസർ ഡി ആണ് കേട്ടോ. മഹാ പ്ലസ് ഉന്നതം, മഹാ പ്ലസ് ഉന്നതം, മഹോന്നതം. ഇനി ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. ഓക്കെ, അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം, സ്വാധീനത്തിന്റെ വിപരീതം എന്താണ്? ഉത്തരം പരാധീനം. സ്വാധീനം പരാധീനം, മഹോന്നതം മഹാ പ്ലസ് ഉന്നതം. ഓക്കെ, മേദിനി, അതാ മേദിനി എന്തായിരിക്കും? റിപ്പീറ്റേഷൻ, ഭൂമി കേട്ടോ. മേദിനി നമ്മളിപ്പോ പറഞ്ഞു, മേദിനി ഭൂമിയാണ്. വിലക്കി പ്ലസ് ഇല്ല ചേർത്ത് എഴുതിയാല് വിലക്കില്ല, വിലക്കുകയില്ല. എന്താണ്? വിലക്ക ഇതെന്തായാലും അല്ല. ഓക്കെ, വിലക്കിയില്ല അതാണ് കേട്ടോ. വിലക്കി പ്ലസ് ഇല്ല എന്ന് പറഞ്ഞാൽ വിലക്കിയില്ല, ഇതാണ് ആൻസർ കേട്ടോ. ഡി ആണ് ആൻസർ, വിലക്കിയില്ല. ഓക്കെ, ഇതിൽ ശരിയാണ്. ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം കണ്ടോ, 10 വർഷങ്ങളോളം കണ്ടോ. ഈ ലോളം എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? അവിടെ തെറ്റ് വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തെറ്റാണ്. ഓക്കെ, ആൻസർ എന്താ? സി ആണ് ആൻസർ. ഓക്കെ, ആൻസർ സി ആണ്. റെഡി? വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താവും? കുറെ മനസ്സിലാവും കേട്ടോ. ശരിക്കും വായിച്ച് നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ സിമ്പിളാണ് ഈ ശരിയായ വാക്യം തിരഞ്ഞെടുക്കൽ. അധികവും, ഫുള്ളും അല്ല, അധികവും. ഓക്കെ, ഇനി അടുത്തത് ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക. ഒന്ന് രക്ഷകൻ, രക്ഷിക. 97 ഏതാണ്? രക്ഷകൻ, രക്ഷിക ഇത് ശരിയാണ്. പിന്നെ സ്വാമി, സ്വാമിജി എല്ലാം തെറ്റാണ് കേട്ടോ. സ്വാമി, സ്വാമിജി തെറ്റാണ്. കാന്തൻ, കാന്ത ഇത് ശരി കേട്ടോ. കാന്തൻ, കാന്ത. ഓക്കെ, കാന്തൻ 1 and 3. ബി ആണ് ആൻസർ, 1 and 3. കാന്തൻ, കാന്ത, രക്ഷകൻ, രക്ഷിക. രക്ഷിക ഓർത്ത് വെക്കുക, രക്ഷിക. ഓക്കെ, പിന്നെ പ്രേക്ഷകൻ, പ്രേക്ഷിതൻ, പ്രേഷിതൻ, പ്രേക്ഷകൻ. ഓക്കെ, ഇതാണ്. അടുത്തെന്താ? ഒറ്റപ്പദം കണ്ടെത്താനാണ് പറഞ്ഞത്. പ്രേക്ഷകൻ, പ്രേക്ഷിതൻ. ആ, ആൻസർ എന്താ? ഡി ആണ് ആൻസർ, പ്രേക്ഷകൻ അല്ലേ? കാണുന്നയാൾ, പ്രേക്ഷകൻ അല്ലേ? പ്രേക്ഷകൻ, കാണുന്നയാൾ. പിന്നെ ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്താണ് ആൻസർ? പ്രാദേശികാധിപത്യം. കണ്ടോ, ടെറിട്ടോറിയൽ ഡോമിനേഷൻ. ടെറിട്ടറി എന്ന് പറയുന്നത് പ്രാദേശികം. ടെറിട്ടോറിയൽ ഡോമിനേഷൻ, ആധിപത്യം, പ്രാദേശികാധിപത്യം. ക്ലിയർ? ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഇതൊക്കെ അറിയാവുന്നതാണ്. ഓക്കെ, റെഡി? ഒറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, ഞാൻ കൂടുതൽ തന്നെ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്തോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് റിപ്പീറ്റ് ചെയ്യാലോ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ചെയ്യുന്നത് വൃത്തിക്ക് പഠിക്കാം കേട്ടോ. വെറുതെ വാരി വലിച്ചു പഠിക്കാതെ. അടുത്തത് ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കാം. താഴത്ത് കൊടുത്തിരുന്നത് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷ. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്, ടെറിട്ടോറിയൽ ഡോമിനേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ പ്രാദേശികാധിപത്യം എന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്താണ്? മാനക ഭാഷ എന്നാ പറയാം കേട്ടോ. മാതൃഭാഷ ഒന്നും എഴുതി വെക്കരുത്, മാനക ഭാഷ. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് അത് മാനക ഭാഷ. അടുത്ത പ്രേക്ഷകൻ ഇതാ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, പ്രേക്ഷകൻ വെച്ചിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പ്രേക്ഷക കേട്ടോ. പ്രേക്ഷകൻ സ്ത്രീലിംഗ രൂപം എന്താ? പ്രേക്ഷക. ഇതൊക്കെ തെറ്റാണ്. ഓക്കെ, പ്രേക്ഷക, പ്രേക്ഷക പഠിച്ചോളണം. താക്കോൽ, താക്കോൽ എന്ന് പറഞ്ഞാൽ താഴില്ലേ, താഴിട്ടിട്ട് പൂട്ടും, അത് ഓർത്താൽ മതി. താഴ് പ്ലസ് കോൽ, താക്കോൽ. അതാണ് ആൻസർ. താഴ് പ്ലസ് കോൽ, താക്കോൽ. പിന്നെ താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏതാണ്? ഇത് നമുക്കറിയാം, വിദ്യാർത്ഥി അല്ലേ? വിദ്യാർത്ഥി. മറ്റേതൊക്കെ തെറ്റാണ്. ഇതാ തെറ്റാ, ഇത് തെറ്റി. കണ്ടോ, ഇത് മനസ്സിലാവും വരും. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. അന്യരുടെ കുറ്റം പരസ്യമായി വെട്ടിത്തുറന്ന്, രണ്ടും തെറ്റാണ്. പരസ്യമായി വെട്ടിത്തുറന്ന് അത് മാത്രം വേണോ? ഇതൊക്കെ തെറ്റാ. പരസ്യമായി പറയുന്നത് നല്ല. പരസ്യം വെട്ടിത്തുറന്നൊക്കെ ഒരേ വാക്കാണ്.
സി ആണ് ആൻസർ. ഓക്കെ, ഡി ആണ് ആൻസർ. ഓക്കെ, ഡി. ഇനി അടുത്തത് 96. താഴെ കൊടുത്തിരിക്കുന്നത് ബഹുവചന രൂപം അല്ലാത്തത് ഏത്? മാരാർ, അവർ, ധീരർ, ചിലർ. ബഹുവചനം അല്ലാത്തത് ഏതാ? ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു സംഭവമാണ്. ഏതാണ്? അല്ലെ, അവർ ബഹുവചനാണ്, ചിലർ, ധീരർ, മാരാറാണ് എന്ത്? ബഹുവചനമല്ലാത്ത പദം, ഏകവചനാണ്. അടുത്ത പാർവതി ജാനി, അല്ലെ, പാർവതി ജാനി എന്താണ്? സി ആണ് ആൻസർ. പാർവതി ജായായിട്ടുള്ളവൻ. പാർവതി ജായായിട്ടുള്ളവൻ കേട്ടോ. പാർവതി ജാനി, പാർവതി ജായായിട്ടുള്ളവൻ. ഓക്കെ. അടുത്ത സർപ്പന്യായം. സർപ്പന്യായം എന്ന് പറഞ്ഞാൽ എന്താ? അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. സർപ്പന്യായം അല്ലെ. സർപ്പന്യായം എന്ന് പറഞ്ഞാൽ അന്യരുടെ അധ്വാനത്തിന്റെ ആ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. ഓക്കെ, സി ആണ് ആൻസർ. അടുത്ത പ്രമാണം അല്ലെ. പ്ര പ്ലസ് മാനം എന്താണ്? പ്രമാണം കേട്ടോ. പ്ര പ്ലസ് മാനം, ഇത് തിരിച്ചും മറിച്ചും ചോദിക്കാട്ടോ. പ്രമാണം കൊടുത്തിട്ട് അതിന്റെ അങ്ങോട്ടും ചോദിക്കുക, പ്ര പ്ലസ് മാനം കൊടുത്തിട്ട് പ്രമാണം എന്നും ചോദിക്കാം. ഓക്കെ, പ്ര പ്ലസ് മാനം, പ്രമാണം, നം നം. ഓക്കെ, പ്രമാണം. തുടക്കം തന്നെ ഒടുക്കമായി തീരുന്ന അവസ്ഥയെ കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. കന്നി പറിക്കലും തുടക്കവും ഒടുക്കവും ആയിത്തീരുന്ന ഒരേ അവസ്ഥ, കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. ഓക്കെ, നമ്മളെപ്പോഴും എന്താണ് ഇമ്പ്രൂവ്മെന്റ് കാണിക്കണം നമ്മൾ എക്സാമിന്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നല്ലോണം റിപ്പീറ്റ് ചെയ്ത് കാണുക, ഫാസ്റ്റ് അടിച്ചിട്ട് അടിച്ചു പോയി കേൾക്കുക, നോട്ട് എടുക്കുക, നോട്ടിൽ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നത് എഴുതി കുറിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് പഠനം, ബെസ്റ്റ് പഠനം. ഓക്കെ, അല്ലാതെ നമ്മൾ കുറേ പഠിക്കുന്നത് വാരി വലിച്ച് പഠിക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.